രേഖാചിത്രം പ്രീസ്റ്റ് എന്ന പടത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്തിരിക്കുന്ന സിനിമ. ഇതിൻ്റെ ട്രെയിലറൊന്നും ഞാൻ കണ്ടിട്ടില്ല, അല്ലാതെയാണ് പടം കാണാൻ പോയത്. ആസിഫ് അലിയാണ് പ്രധാന റോളിൽ വരുന്നത്. പിന്നെ കുറച്ച് പേരുണ്ട്, ഞാൻ പറയാം. ഈ പടം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. അതിൻ്റെ പക്ഷേ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇതിൻ്റെ സ്ക്രിപ്റ്റിൽ അത്യാവശ്യം നല്ല കിടില ഒരു സ്ക്രിപ്റ്റാണ്. സ്ക്രിപ്റ്റിൽ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പണ്ടെങ്ങാണ്ടോ നടന്ന ഒരു മർഡർ. പക്ഷെ ആ മർഡറിൽ ആരാണ് മരിച്ചതെന്ന് അറിഞ്ഞുകൂടാ, ആരാണ് കൊന്നതെന്ന് അറിഞ്ഞുകൂടാ, ആർക്കും ഒരു പരാതിയുമില്ല. അപ്പോൾ പിന്നെ പക്ഷെ അന്വേഷിക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. അപ്പോൾ അതൊരു വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ് ആണല്ലേ. ആ കോൺഫ്ലിക്റ്റ് നിന്നുകൊണ്ടാണ് ഈ സിനിമ. അതായത് ഒരു സീറോ തുമ്പ്, പക്ഷേ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, അത് അവർ കാണിച്ചിട്ടുണ്ട്, അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആരാണ്, എന്താണ്, ഏതാണെന്നുള്ള ഒരു പിടുത്തമില്ല. അവിടെ നിന്ന് ആ ഒരു ഇൻഫിനിറ്റിയിൽ നിന്നാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. വളരെ പതുക്കെയാണ് ബിൽഡ് ചെയ്ത് പോകുന്നത്. ഫസ്റ്റ് ഹാഫിൽ കുറേ സീനുകളിലൊക്കെ എനിക്ക് ഭയങ്കര ലെങ്ത് ഫീൽ ചെയ്ത്. കാരണം തെളിവ് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഒരു തൊണ്ടി കണ്ടെത്താനുള്ള ഒരു സമയം, മൊഴിയെടുക്കാനുള്ള സമയം, ആളെ അന്വേഷിച്ച് അയാളിൽ പോയിട്ട് അടുത്ത ആളിലോട്ട് പോകാൻ അവിടെ ഒരു കഥയ്ക്കൊരു ഗ്രോത്ത് വരേണ്ട ഒരു സമയമുണ്ടല്ലോ, അവിടെയൊക്കെ അല്പം സ്ലോനെസ് എനിക്ക് ഫീൽ ചെയ്ത്. എന്നാൽ ആ പേസ് നിലനിർത്തി തന്നെ അങ്ങോട്ട് പോകുന്നുണ്ട്. അല്ലാതെ ഇത് പിന്നെ സീറ്റഡ് ജാവയോ അങ്ങനെ മുൾമിനെ നിർത്തി അങ്ങനെ ഒന്നുമില്ല. ഒരു സമാധാനമൊക്കെ ഉണ്ട് സിനിമ കാണാൻ. സിനിമയിൽ ഒരു വോ ഫാക്ടർ എന്ന് പറയുന്നത് പണ്ട് നടന്ന ഒരു സിനിമ ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഈ സിനിമയെ കണക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കണക്ഷനും അതിൽ റിയൽ ലൈഫിലുള്ള ആൾക്കാരുമായിട്ടും അവിടുത്തെ കുറച്ച് ഇൻസിഡൻറ്റുമായിട്ടും അവരുടെ കുറച്ച് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സും ഒക്കെ ആയിട്ടൊക്കെ ഇത് കണക്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു വിധമുണ്ട്. അത് വാസ് ബ്രില്യൻറ്റ്. അതിൽ തന്നെ കുറേ വോ ഫാക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ പഴയ കാലഘട്ടം റീബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത്, അവിടുത്തെ കഥാപാത്രങ്ങൾ, ആൾക്കാർ, അതിൽ തന്നെ AI വെച്ചിട്ടുള്ള കുറച്ച് പരിപാടികളുണ്ട്. അത് നമ്മളെ ഇന്ത്യൻ ടൂവിൽ ചെയ്ത് വെച്ച പോലെ അങ്ങനെ കൊളാക്കി വെച്ചിട്ടൊന്നുമില്ല. അത്യാവശ്യം നീറ്റായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു വോ ഫാക്ടർ ആയിരുന്നു സിനിമയിൽ. എന്നാ ഒരു ഗ്ലാമറാന്നേ. ഞാൻ കൂടുതൽ പറയില്ല. ഞാൻ ട്രെയിലറിൽ നോമാർ കാണിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാനത് കാണാതെ, ഞാൻ എന്തെങ്കിലും സ്പോയിലർ ആണെങ്കിൽ ഞാനത് പറയില്ല. അത് നൈസായിരുന്നു. അത് തന്നെയാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ആ ഒരു വിഷയം വെച്ചിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വോ ഫാക്ടർ കുറച്ചൊക്കെ സിനിമ അവിടെ ആയിട്ട് തരുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു. പോയി ലാസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് കാണും, അങ്ങനെ ഒരു ട്വിസ്റ്റ് കാണും എന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കും. പക്ഷെ അതൊന്നും സംഭവിക്കത്തില്ല. അവിടെ വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ഒരു ലോകത്തൊന്നും ഇല്ലാത്ത സാധനങ്ങൾ അങ്ങനെയൊന്നുമില്ല. വളരെ സമാധാനമായിട്ട് ഈ സിനിമ കണ്ടു തീർക്കുക എന്നുള്ളതാണ് ഈ സിനിമയിൽ. പക്ഷേ ഒരു കേസെന്ന് പറഞ്ഞാൽ, ഈ കേസ് അന്വേഷണത്തിൽ കുറച്ചൊക്കെ ദൈവം കൊണ്ടിട്ട് തരുമല്ലോ തെളിവുകൾ. ദൈവത്തിൻ്റെ കൈ എന്ന് പറയുമ്പോൾ അത് 1-2 തവണയും കുഴപ്പമില്ല. ഇതിൽ ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇത് വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഈ പറഞ്ഞില്ലേ, ഒരു തുമ്പ് ഒരു വാലും ഇല്ലാത്ത ഒരു സാധനമാണ്. അപ്പോൾ അവിടെ കണക്ട് ചെയ്തെടുക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദൈവത്തിൻ്റെ കൈ വരണം. അത് വന്നിട്ടുണ്ട്. പക്ഷേ കുറേ ഇടത്ത് ഇത് വരുമ്പോഴേക്കും അതൊന്നും ശ്രദ്ധിക്കായിരുന്നു എനിക്ക് തോന്നിയത്. ഒഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നീറ്റായിട്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടാണ് രേഖാചിത്രം എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു വിഷയം, ഈ ഒരു പഴയ സിനിമാ ലൊക്കേഷനും ആ ഒരു സംഭവം, അവിടുത്തെ റിയാലിറ്റിയും ഈ സിനിമയും തമ്മിലുള്ള ഒരു പാലമുണ്ട്. ആ പാലം ബിൽഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഗംഭീരമാണ് ഈ സിനിമയിൽ. അത് തന്നെ ഈ സിനിമയ്ക്ക് വർത്തായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നുന്നത് റോണക് സേവിയറിൻ്റെ മേക്കപ്പ്. ഗംഭീര മേക്കപ്പ്. പഴയ കാലഘട്ടത്തിൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ, ഇപ്പോൾ കൊടുത്തിരിക്കുന്നതാണെങ്കിൽ, ഇതിൽ പലരും 2 കാലഘട്ടത്തിൽ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ആ മേക്കപ്പ് കൊണ്ട് അത് പിടിച്ചിരിക്കുന്നത്, എസ്പെഷ്യലി ഇന്ദ്രൻ ചേട്ടൻ്റെ, അതുപോലെ നമ്മൾ അഞ്ചക്കങ്ങളിലെ കോക്കാലിലുള്ള ആ നടിയുണ്ട് മേഘ തോമസ്, അവർക്കൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു മേക്കപ്പ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് അടിപൊളിയായിരുന്നു. ആർട്ട് ചെയ്തിരിക്കുന്നത് ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ. പിന്നെ പുള്ളി കിടിലല്ലേ, ഈ പുള്ളിയുടെ ആ ഒരു വർക്ക് ഇതിൽ കാണാനുണ്ട്. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ്. ആരാന്നറിയാല്ല, നമ്മുടെ കിഷ്കിന്ദ കാണ്ഡത്തിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന പുള്ളിക്കാരനാണ്. നൈസ് വർക്കായിരുന്നു. ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് രാമു സുനിൽ. അതിൻ്റെ കൂടെ തിരക്കഥയിൽ ജോൺ മന്ത്രിക്കൽ എന്നൊരാളും കൂടി ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി അപ്പു പ്രഭാകർ. ഗംഭീര വർക്കാണ്. ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും നന്നായിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കഥയിലെ അവിഭാജ്യ ഘടകം എന്ന് പറയുന്നത് അനശ്വര രാജനാണ്. അവർ ആ സിനിമയ്ക്ക് കൊടുക്കേണ്ട കൃത്യമായിട്ട് ഏത് മീറ്ററിലാണോ അഭിനയിച്ച് പോവേണ്ടത് അതിൻ്റെ കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെ അനശ്വര രാജൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മനോജ് കെ ജയനുണ്ട്, സെറിൻ ഷിഹാബുണ്ട് ആട്ടത്തിൽ, ആ നടി, അവൾ നല്ല ഒരു പെർഫോമൻസ് ആയിരുന്നു. സിദ്ദിഖിൻ്റെ പഴയ കാലഘട്ടം ഷഹീൻ സിദ്ദിഖാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഷഹീനെ കാണുമ്പോഴും സിദ്ദിഖിൻ്റെ അത്രയ്ക്ക് വലിയൊരു റിസംബ്ലൻസ് തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ കണ്ടപ്പോൾ പക്ക മാച്ചായിട്ട് തോന്നി കേട്ടോ. അതും ഞാൻ പറഞ്ഞില്ലേ, മേക്കപ്പിൻ്റെ ഒരു എഫക്റ്റാണത്. അതുപോലെ ഭാമ അരുൺ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. ജഗദീഷായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നിഷാന്ത് സാഗറുണ്ട്, ഇന്ദ്രൻ സേട്ടനുണ്ട്, ഹരിശ്രീ അശോകൻ,
പിന്നെ പ്രിയങ്ക ഒരു ചെറിയ റോൾ ചെയ്തു പോയിട്ടുണ്ട്. പിന്നെ ആക്ടർ നന്ദു ഉണ്ട്, TG രവിയുണ്ട്, ശ്രീജിത്ത് രവിയുണ്ട്. അതും ഇതുപോലെ തന്നെ പഴയ കാലഘട്ടം പുതിയ കാലഘട്ടം എന്നുള്ളത് അങ്ങനെയാണ് കുറേ പരിപാടികൾ. സുധി കൊപ്പ, ശ്രീകാന്ത് മുരളി, വിജയ് മേനോൻ, ഷാജു ശ്രീധർ, പോളി വത്സൻ അവരൊക്കെയാണ് മെയിൻ റോളിൽ വന്നിരിക്കുന്നത്. പിന്നെ സഞ്ജു സനിച്ചൻ, അനൂപ്, ജയശങ്കർ, ദിലീപ് മേനോൻ, ഉണ്ണി ലാലു എന്നിവരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു ഭയങ്കര ഒരു സ്ട്രീറ്റ് എഡ്ജ് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം പതുക്കെയാണ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റും ഡയറക്ഷനും മേക്കിംഗ് ഒക്കെ ഉള്ള ഒരു മനസമാധാനമുള്ള ഒരു ത്രില്ലറായിട്ടാണ് എനിക്ക് രേഖാചിത്രം ഫീൽ ചെയ്തത്. എന്തരാ വരട്ടെ.